ഇപ്പൊ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചതിൽ നിന്ന് പ്രധാനമായും സർക്കാർ മുന്നോട്ട് വെച്ച രണ്ട് വാദങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പറ്റാതെ ഇപ്പൊ MP വിശദീകരിച്ചു, രണ്ട് കേരളം തുക കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, ഷംസുദ്ദീൻ ആയിരുന്നു. അതിനും ഇപ്പൊ മറുപടി വന്നിരിക്കുകയാണ്. ഞാൻ അതല്ലേ നബിവചനം അദ്ദേഹത്തിന് ഉദ്ധരിച്ചു കൊടുത്തത്. അയാളിൽ നിക്ഷിപ്തമായ കാര്യങ്ങളിൽ ഒരാൾ വഞ്ചന കാണിക്കുന്നു, ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അയാൾ കള്ളം പറയുന്നു, 4ൽ 2 ലംഘിച്ചു. അങ്ങനെ ലംഘിക്കുന്ന ആള് തികഞ്ഞ കാപട്യക്കാരനായിരിക്കുമെന്നാണ് നബി പറഞ്ഞിരിക്കുന്നത്. നബി വചനത്തിന്റെ നഗ്നമായ ലംഘനമല്ലേ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ ഭായി നടത്തിയിരിക്കുന്നത്? അല്ലോടോ ഷംസുദ്ദീനെ, താനൊക്കെ ഇത്ര അധപ്പതിക്കാൻ പാടണ്ട. ഒരു വിശ്വാസിയല്ലേ ഒന്നിലേലും. ഈ സതീശൻ പറയുന്നത് കേട്ടിട്ട് ഇമ്മാരി ഈ കുതന്ത്രങ്ങളിൽ പോയി വ്യാപകനാകേണ്ട കാര്യമുണ്ടാ? കേട്ടോ, കുഞ്ഞാപ്പ മിണ്ടിയിട്ടില്ലല്ലോ. കുഞ്ഞാലിക്കുട്ടി മിണ്ടില്ല. മൂപ്പർ സൂത്രക്കാരനാണ്, കൗശലക്കാരനാണ്. ഈ ഷംസുദ്ദീനെ ഇങ്ങനെ ചുടുചോറ് കോരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് അയച്ചു വിട്ടിരിക്കുകയാണ്. പക്ഷെ ഷംസുദ്ദീൻ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, അദ്ദേഹം വിശ്വാസിയാണെങ്കിൽ നബിയുടെ വചനപ്രകാരം അദ്ദേഹം ഒരു തികഞ്ഞ കാപട്യക്കാരനാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഇനി വേറെ എന്തുകൊണ്ടുണ്ട്, നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ഈ ഉത്തരങ്ങളിൽ ഇത് എത്ര പേജ് വരുന്ന ഉത്തരം എന്നറിയോ? വഹാബിന് തന്നെ കിട്ടിയിരിക്കുന്ന ഉത്തരം. ഇതൊക്കെ വഹാബ് വായിച്ചിട്ടുണ്ടോ ശരത്തെ? ഒരുപാടുണ്ട്, 4 പേജ് മറ്റുണ്ട്. JB മാത്രക്കും കിട്ടിയിരിക്കണം നല്ലപോലെ. 1, 2, 3 പേജ് JB മാത്രം വായിച്ചിട്ടുണ്ടാവും. JB മാത്രം എന്താ വെച്ചാൽ മൂപ്പത്തി അത് കൊടുത്തിട്ട് തന്നെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. ഇങ്ങനെയും ഉത്തരം കിട്ടുള്ളൂ എന്നുള്ള കാര്യം അല്പം കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് അറിയില്ലേ? ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചാൽ ഇതിന് ഉത്തരവല്ലേ ഇങ്ങനെ വരുള്ളൂ. എന്താ കാരണം? ഇവർ ഇതുവരെ ഈ തമസ്കരിക്കാൻ ശ്രമിക്കുന്ന ഈ സത്യം അനാവരണം ചെയ്യപ്പെടാൻ ഈ ചോദ്യം മാത്രം മതി എന്നുള്ള കാര്യം ഈ പാർലമെന്റിൽ അല്പം പഴക്കമുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ലേ? ഇതിനകത്തെ വിഷയം എന്താണ്? ഇതിനകത്തെ വിഷയം എന്ന് വെച്ചാൽ, നമുക്ക് ഒരു കേസുണ്ട്. ആ കേസ് കൃത്യമായിട്ട് ഈ ചോദ്യത്തിന് ഉത്തരത്തിനും കൃത്യമായി പറയുന്നുണ്ട്. എന്താ കാരണം? നിങ്ങൾ PMC പിൻവാങ്ങുന്നു, നിങ്ങൾക്ക് PMCയുടെ ഫണ്ടില്ല. പക്ഷെ മറ്റ് സ്കീമുകളിലുള്ള ഫണ്ട് നിങ്ങൾക്ക് നിഷേധിക്കാൻ ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിന് പറ്റില്ല എന്ന് ഈ ചോദ്യ ഉത്തരത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പാർലമെന്റിൽ നിരന്തരമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് സമഗ്ര ശിക്ഷയിൽ നമുക്ക് അർഹതപ്പെട്ട ഫണ്ട് PMCയുമായി ബന്ധപ്പെടുത്തി നിഷേധിക്കാൻ പറ്റില്ല. എന്താ കാരണം? ഒരു കേവലപരമായ യുക്തി. ഞാനിത് മുഴുവൻ പഠിച്ചുകൊണ്ട് പറയാം. 2018 സമഗ്ര ശിക്ഷ, 2020 NEP, 2022 PMC, 2018 ഒരു സ്കീമിൽ നമുക്ക് കിട്ടേണ്ട പണം, അതിനുശേഷം വന്ന 4 വർഷം വന്ന ഒരു സ്കീമുമായി കൂട്ടി കെട്ടിയിട്ട് നിഷേധിക്കാൻ പറ്റൂ? അതല്ലേ നമ്മുടെ പോരാട്ടം. അത് പറ്റില്ല എന്ന് ഈ ഉത്തരത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ ഇവരെന്ത് ചെയ്തു? ഇവരിങ്ങനെ തടഞ്ഞു വെച്ച് കേരള സർക്കാരിനെ പീഡിപ്പിച്ചു. ആ പീഡിപ്പിച്ച സമയത്ത് UDFന്റെ MP-മാർ ആ പീഡനത്തിൽ കൂട്ടുനിന്നു. അതായത് ഒരിക്കലും ഫണ്ട് കൊടുക്കരുത് കേരളത്തിന്, മലയാളിക്ക് ഒരു ഗുണം കിട്ടാൻ പാടില്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയമാണ് വലുത്, ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കലാണ് വലുത്, അതുകൊണ്ട് നിങ്ങൾ ഫണ്ട് കൊടുക്കരുതേ എന്ന് ചോദ്യങ്ങളിലൂടെയും അല്ലാതെയും മന്ത്രികളിൽ കയറി മറിഞ്ഞും UDFന്റെ MP-മാർ ഇങ്ങനെ ആഹോരാത്രം ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇപ്പം നമ്മുടെ VD സതീശൻ പറയാണ്, MP-മാർ കേരളത്തിന്റെ അംബാസിഡർമാരല്ലേ? തിരിച്ചറിവ്. എങ്ങനെയാണ് ഒരാളെ ഇത്ര ദ്രുതഗതിയിൽ ഗ്രസിക്കുന്നത്? ഇതല്ലേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമല്ല. നമ്മുടെ സംസ്ഥാനത്ത് പിടിക്കുന്ന നികുതിയുടെ ഒരു ചെറിയ വീതമാണ് നമുക്ക് ഈ കേന്ദ്ര സ്കീമുകളിലൂടെ തിരിച്ചു വരുന്നത്. നിങ്ങൾ 2025-26 ബജറ്റ് പേപ്പറുകൾ പരിശോധിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ ആരോഗ്യ സസ്യനത്തിൽ മാത്രം കേന്ദ്ര സർക്കാർ 97,000 കോടി രൂപ പിരിച്ചിട്ടുണ്ട്. 97,000 കോടി രൂപ സെസ് ഇനത്തിൽ പിരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയ വീതം, അതുകൂടാതെ കേന്ദ്ര നികുതികൾ നമ്മൾ കൊടുക്കുന്നു. അതിന് നമുക്ക് അർഹതപ്പെട്ട ചെറിയൊരു തുക അത് നിഷേധിക്കാൻ ഇവർക്ക് പറ്റുമോ? ഇതാണ് ചോദ്യം. ഒരൊറ്റ ചോദ്യം കൂടെ. ഇപ്പൊ ഇത് നടപ്പാക്കുമ്പോൾ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞത് NEP 2020 ചട്ടക്കൂട് പ്രകാരമുള്ള പാഠ്യപദ്ധതി ഉൾപ്പെടുത്തേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ഇത് സത്യത്തിൽ കേന്ദ്ര സർക്കാർ ചെലുത്തുന്ന ഒരു സമ്മർദ്ദമാണോ? അതായത് NEPയിലെ വ്യവസ്ഥകളൊക്കെ അംഗീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ചെലുത്തുകയാണോ സമ്മർദ്ദം, അതെയോ ഇവർ സ്വയമേ ഏറ്റെടുക്കുകയാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ ഇപ്പൊ ഇവരെ ആരും ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നു വലിയ ദിവസങ്ങളൊന്നും ആയിട്ടില്ല. ആദ്യം തന്നെ ഇവരെന്താ ചെയ്തത്?
ഇവരെ എതിർത്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഓരോ പദ്ധതികളും ഇവരെന്ത് ചെയ്തു, അംഗീകരിക്കാൻ പോകണമെന്ന് പറഞ്ഞു തുടങ്ങി. ഇപ്പം സാധാരണ ഇതിലൊരു സർക്കാർ രൂപീകൃതമായി മുമ്പോട്ട് പോകുമ്പോൾ കുറേ കഴിയുമ്പോൾ ഒരു എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളും കാര്യങ്ങളും വരും. അതിൻ്റെ അർത്ഥം ഇവരുടെ ഉള്ളിൽ അതായിരുന്നില്ലേ? ഇവർ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നില്ലേ, കബളിപ്പിക്കില്ലേ? ഇപ്പം എന്താണ് വേറൊരു സാധനം ഉണ്ടല്ലോ, PMAY ആവാസ് യോജന. എന്താണ് മറ്റേ കേന്ദ്ര സർക്കാരുമായിട്ട് അൺഹെൽത്തി എന്താണ് അനാരോഗ്യകരമായ ഒരു പ്രശ്നത്തിലില്ല എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ച് ബാരാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുഴുവൻ റാഞ്ചി എടുത്തു. എല്ലാ യൂണിവേഴ്സിറ്റികളും ഇവര് മറ്റേ RSS ഏറ്റെടുത്തു. മോഹൻ ഭാഗവത് അവിടെ തന്നെ അവതരിച്ചിട്ട് ഇവരെ അവതരിപ്പിച്ചു. സിൻഡിക്കേറ്റ്, സെനറ്റ്, ഒരു കമാന്നൊരു അക്ഷരം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും. നമ്മുടെ പാവപ്പെട്ട SFIക്കാർ തെരുവില് ഗവർണറെ നേരിട്ടിട്ടില്ല. ഗവർണർ അന്ന് കസേര പിടിച്ചിട്ടിട്ട് മറ്റേ റോഡ് സൈഡിൽ ഇരുന്നില്ലേ, എന്നാ പ്രക്ഷോഭമായിരുന്നു. ഇപ്പൊ KSU ഉണ്ടോ, യൂത്ത് കോൺഗ്രസ് ഉണ്ടോ, ഈ മന്ത്രിമാർക്ക് നാവുണ്ടോ? ഇവിടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് RSSകാരെ വൈസ് ചാൻസലർമാരെയൊക്കെ വെച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ റാഞ്ചിയെടുക്കുന്നു RSS. എൻ്റെ രാഹുൽ ഗാന്ധി, ഒന്നിലോ നിങ്ങൾ പൊട്ട കളിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ വോട്ടറാക്കാൻ വേണ്ടി കേരളത്തിലെ കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നു. ഈ ഒരു പ്രക്രിയക്ക് കൈയയച്ച് സഹായിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമല്ലേ? ഇതൊക്കെ ആരെങ്കിലും പരിഭാഷപ്പെടുത്തി കൊടുത്തുവിടൂ നിങ്ങൾക്ക്? അല്ലടോ എടോ, അതിലേ നിനക്ക് കൊടുത്തൂടെ ഇന്ന് രാഹുൽ ഗാന്ധിക്ക് ഇതാണ് കേരളത്തിൽ നടക്കണമെന്ന്? നീ പലരുടെ അടുത്ത് പല കാര്യങ്ങളും കൊടുക്കാറുണ്ടല്ലോ, ഇതാണ് അവിടെ നടക്കണമെന്ന് ഒന്ന് പറഞ്ഞുകൂടെ എനിക്ക്? എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കണമെന്ന്? അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ പോലും ഇവർ പരിഹാസനാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതാണ് വാസ്തവം. ഞാനിത് വെറുതെ പറയണതല്ല. എന്താ കാരണം? ഇന്ത്യ അലയൻസ് മീറ്റിംഗിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ചില വാചകങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതിനെ പ്രതിരോധിച്ചു, അദ്ദേഹത്തിനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചു. ഞാൻ അദ്ദേഹം ബോധപൂർവ്വം കള്ളം പറഞ്ഞാണെന്ന് ഞാൻ പറയില്ല. എന്താ കാരണം വെച്ചാൽ അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയതാണ്, അതല്ലെങ്കിൽ ഇവർ തെറ്റിദ്ധരിപ്പിച്ചതാണ്. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ജന്തർ മന്തർ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ ഭാഗമായി അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു, അമിത്ഷാ രാജിവെക്കണമെന്ന് പറയാൻ വേണ്ടി. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഏറ്റവും ഊന്നിയ കാര്യം ഈ യൂണിവേഴ്സിറ്റികൾ RSSകാരെ വെച്ച് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ആ ഏറ്റെടുക്കൽ പ്രക്രിയയ്ക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നത് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണെന്നുള്ള കാര്യം അദ്ദേഹത്തെ ആരെങ്കിലും ധരിപ്പിക്കണ്ടേ? ഞാൻ ധരിപ്പിക്കാൻ പോകുമ്പോൾ അദ്ദേഹം വിചാരിക്കും ഞാൻ ഒരു എന്താ പറയുക മറുപക്ഷത്തുള്ള ഒരാളെന്ന നിലയിലാണ്. പക്ഷെ നിങ്ങളൊക്കെ അദ്ദേഹമായിട്ട് നല്ല ബന്ധം ഉള്ള ആൾക്കാരല്ലേ? കാണുമ്പോൾ ഒന്ന് പറ കേട്ടാ.